ഗുഡ് മോർണിംഗ്. ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റിലത്തെ അടുത്ത പുതിയൊരു ചാപ്റ്ററിലേക്ക് നമുക്ക് കടക്കാം. കഴിഞ്ഞ ക്ലാസ്സോടുകൂടി നമ്മുടെ 5th ചാപ്റ്ററായ ഡിവിഡൻഡ് ഡിസിഷൻ എന്ന് പറഞ്ഞ ചാപ്റ്ററാണ് നമ്മൾ കഴിച്ചത്. അത് ഒരു ചെറിയൊരു ചാപ്റ്ററാണ്. അതിൽ കുറച്ച് തിയറീസും കുറച്ച് പ്രോബ്ലംസും മാത്രമേ ഡിസ്കസ് ചെയ്യാനുള്ളൂ. അത് ഇന്നലത്തെ ക്ലാസ്സോടുകൂടി കഴിഞ്ഞു. ഇനി നമുക്ക് പുതിയൊരു ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്യാം. നമ്മുടെ സിലബസ് പ്രകാരം ഏറ്റവും ലാസ്റ്റത്തെ ചാപ്റ്ററാണിത്. എന്താണ് പേര്? ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷൻ. അതായത് നമ്മൾ കഴിഞ്ഞ ദിവസം പഠിച്ചത് എന്തായിരുന്നു? ഡിവിഡൻഡ് ഡിസിഷൻ ആയിരുന്നു. നമ്മൾ കമ്പനി എങ്ങനെയാണ് ഡിവിഡൻഡ് കൊടുക്കേണ്ടത് അതിനെക്കുറിച്ചിട്ടുള്ള ഡിസിഷൻ എടുക്കാൻ ഡിവിഡൻഡ് ഡിസിഷൻ പഠിച്ചു. അതുപോലെ തന്നെ ഇവിടെ എന്താ പഠിക്കാൻ പോകുന്നത്? ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷൻ. നമുക്കറിയാം കമ്പനിയിൽ നമ്മൾ ബാലൻസ് ഷീറ്റൊക്കെ പ്രിപ്പയർ ചെയ്യുമ്പോൾ അസറ്റ് സൈഡിൽ ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് കണ്ടിട്ടുണ്ടാവും. അതെന്താണ്? നമ്മൾ കൊണ്ടുവന്ന ക്യാപിറ്റൽ ഫുള്ളും നമ്മുടെ ബിസിനസ്സിൽ തന്നെ ഇറക്കില്ല. കുറച്ച് എന്ത് ചെയ്യും? കുറച്ച് എമൗണ്ട് എടുത്തിട്ട് വേറെ ഏതെങ്കിലും കമ്പനിയിലോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും സ്ഥലത്ത് ബാങ്കിലോ എവിടെയെങ്കിലും ആയിക്കോട്ടെ നമ്മൾ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തും. അതാണ് ഇവിടെ ഉദ്ദേശിക്കേണ്ടത്. ആ ഇൻവെസ്റ്റ്മെൻറ്റ് എവിടെ നടത്തണം, എത്ര രൂപയാണ് ആ എമൗണ്ട് ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തേണ്ടത്, ആ കാര്യങ്ങളൊക്കെ ഡിസൈഡ് ചെയ്യുന്നതാണ് ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷൻ എന്ന് പറയുന്നത്. നമുക്ക് ഈ ചാപ്റ്ററിലേക്ക് കടക്കാം. ഫസ്റ്റ് ടോപ്പിക് ഈസ് മീനിങ് ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷൻ. എന്താണ് ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷൻ്റെ മീനിങ് നോക്കാം. ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷൻസ് റെഫേഴ്സ് ടു ദി ഡിസിഷൻസ് റിലേറ്റിംഗ് ടു ദി യൂട്ടിലൈസേഷൻ ഓഫ് ഫണ്ട് ഓർ ക്യാപിറ്റൽ. അതായത് നമ്മുടെ കമ്പനിയിലേക്ക് കൊണ്ടുവന്ന ക്യാപിറ്റല് എങ്ങനെയെല്ലാമാണ് യൂട്ടിലൈസ് ചെയ്യേണ്ടത്. ഒന്നല്ലെങ്കിൽ നമ്മൾ ഇക്വിറ്റി ഷെയർസ് വഴി, അല്ലെങ്കിൽ പ്രിഫറൻസ് ഷെയർസ് വഴി, അല്ലെങ്കിൽ ഡിബഞ്ചേഴ്സ് വഴി, അല്ലെങ്കിൽ ലോൺ വഴി, ഏതെല്ലാം സോഴ്സിൽ കൂടിയാണ് നമ്മൾ ഫണ്ട് കൊണ്ടുവന്നത് അവിടെ നോക്കേണ്ട കാര്യം. അതിവിടെ നോക്കില്ല. അങ്ങനെ നമ്മൾ മൊബിലൈസ് ചെയ്ത് വെച്ചിട്ടിരിക്കുന്ന ഈ ക്യാഷ് എങ്ങനെയൊക്കെയാണ് യൂട്ടിലൈസ് ചെയ്യേണ്ടത്, എന്തൊക്കെ പർച്ചേസ് ചെയ്യാനായിട്ടാണ്, എന്തൊക്കെ ഫിക്സഡ് അസറ്റുകൾ മേടിക്കണം, എന്തൊക്കെ കറണ്ട് അസറ്റുകൾ മേടിക്കണം, എവിടെയൊക്കെയാണ് എത്ര എമൗണ്ട് വെച്ചിട്ടാണ് ഓരോ സോഴ്സിലും നമ്മൾ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തേണ്ടതുള്ളത്. ആ ഡിസിഷൻ എടുക്കുന്നതിന് വിളിക്കുന്ന പേരാണ് ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷൻ. റെഫേഴ്സ് ടു ദി ഡിസിഷൻസ് റിലേറ്റിംഗ് ടു ദി യൂട്ടിലൈസേഷൻ ഓഫ് ഫണ്ട് ഓർ ക്യാപിറ്റൽ. നമ്മുടെ കമ്പനിയിലുള്ള മൂലധനം അല്ലെങ്കിൽ ക്യാപിറ്റൽ എങ്ങനെയൊക്കെയാണ് യൂട്ടിലൈസ് ചെയ്യുക, ആ ഡിസിഷനെ വിളിക്കുന്ന പേരാണ് ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷൻ. ഡിസൈഡിങ് അപ്പോൺ ദി വേർ ടു ഇൻവെസ്റ്റ് for how long to invest is known as investment decision. എവിടെ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തണം, എത്ര നാളത്തേക്ക്, ലോങ് ടൈം വേണോ ഷോർട്ട് ടൈം വേണോ, അതൊക്കെ ഡിസൈഡ് ചെയ്യാൻ വിളിക്കുന്ന പേരാണ് ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷൻ. വേർ ടു ഇൻവെസ്റ്റ്. നമ്മുടെ മുമ്പിൽ കുറേ ഓൾട്ടർനേറ്റീവ്സ് ഉണ്ട്. ആ ഓൾട്ടർനേറ്റീവ്സിൽ എല്ലാത്തിലും നമുക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് നടത്താനായിട്ട് പറ്റില്ല. അപ്പോൾ അതിൽ ഏറ്റവും നല്ലത് ഏതാണ് അത് നമുക്ക് കണ്ടുപിടിക്കേണ്ടതായിട്ട് വരും. അതുപോലെ പീരീഡ്, ഷോർട്ട് ടൈം വേണോ ലോങ് ടൈം വേണോ, ലോങ് ടൈമിൽ തന്നെ ഡ്യൂറേഷൻ എത്രയായിരിക്കണോ ഡിസൈഡ് ചെയ്യുന്നതിന് ഈ ഡിസിഷൻസിനൊക്കെ മൊത്തത്തിൽ വിളിക്കുന്ന പേരാണ് ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷൻ. Capital is scarce and it is not desirable to keep this factor ideal. നമ്മൾ പഠിച്ചിട്ടുണ്ട് എക്കണോമിക്സിലെ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷനിലെ എല്ലാ ഫാക്ടേഴ്സും സ്കേഴ്സ് ആണ്. അധികം പ്ലൻറ്റി ഓഫ് റിസോഴ്സസ് അവൈലബിൾ അല്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ പഠിച്ചത് മാക്സിമം യൂട്ടിലൈസേഷൻ നിന്ന് നമ്മൾ ഉണ്ടാക്കണം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത്രയ്ക്ക് ലിമിറ്റഡ് സോഴ്സായ ഫണ്ട് നമ്മൾ ഐഡിയലായിട്ട് വേസ്റ്റായിട്ട് യൂസ് ചെയ്യുന്നത് ഒരു ബെനിഫിഷ്യൽ അല്ല കമ്പനിക്ക്. ഹെൻസ് ദ ഫേം ഇൻവെസ്റ്റ് ദെയർ ഫണ്ട് ടു ഏൺ റിട്ടേൺ. അപ്പോൾ കമ്പനി എന്ത് ചെയ്യും? വെറുതെ മണിയായിട്ട് തന്നെ മെയിൻറ്റെയിൻ ചെയ്ത് വെക്കാണ്ട് അവരെന്ത് ചെയ്യും? നമ്മൾ ക്യാഷ് മാനേജ്മെൻറ്റിലൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചതാണ്. എന്ത് ചെയ്യും? ഷോർട്ട് ടൈം ആയിട്ടോ അല്ലെങ്കിൽ ലോങ് ടൈം ആയിട്ടോ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തും. ഇപ്പോൾ നമുക്ക് ഒരു 2-3 മാസത്തേക്ക് ആവശ്യമില്ലെങ്കിൽ അത് ആ ക്യാഷ് അങ്ങനെ തന്നെ വെക്കില്ല, ഏതെങ്കിലും ഒരു ഷോർട്ട് ടൈം സോഴ്സിൽ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുക. അല്ലെങ്കിൽ 5, 6, 10 കൊല്ലത്തേക്ക് ആവശ്യമില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക? ലോങ് ടൈം ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുക. അല്ലാണ്ട് വെറുതെ ക്യാഷായിട്ട് നിന്നാൽ നമുക്ക് അതിൽ നിന്ന് ഒരു ബെനിഫിറ്റും കിട്ടില്ല. അപ്പോൾ നമ്മളത് എന്ത് ചെയ്യണം? എവിടെയെങ്കിലും ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തിയിട്ട് അതിൽ നിന്ന് നമ്മൾ റിട്ടേൺ ഏൺ ചെയ്യാനായിട്ട് ട്രൈ ചെയ്യണം. അതാണ് പറയുന്നത് ഹെൻസ് ദ ഫേം ഇൻവെസ്റ്റ് ദെയർ ഫണ്ട് ടു ഏൺ റിട്ടേൺസ്. ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷൻസ് ആർ ഓഫ് 2 ടൈപ്പ്, ലോങ് ടേം ആൻഡ് ഷോർട്ട് ടേം ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷൻ. 2 തരത്തിലുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷൻസ് ആണുള്ളത്, ലോങ് ടേമും അതുപോലെ ഷോർട്ട് ടേമും. എന്തായിരിക്കും മീനിങ്? ലോങ് ടേം ഫോർ എ ലോങ് പീരീഡ്, ഷോർട്ട് ടേം ഫോർ എ ഷോർട്ട് പീരീഡ്. ലോങ് ടേം ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷൻസ് ആർ നോൺ ആസ് ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ്. അതിൽ ലോങ് ടേം ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷൻ വിളിക്കുന്ന പേരാണ് ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് എന്ന് വിളിക്കുന്നത്. ഷോർട്ട് ടേം ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷൻ ഈസ് കോൾഡ് വർക്കിംഗ് ക്യാപിറ്റൽ മാനേജ്മെൻറ്റ് ഡിസിഷൻ. ഷോർട്ട് ടൈം ആണെങ്കിൽ ഫോർ ഷോർട്ട് പീരീഡിലേക്കാണെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് വർക്കിംഗ് ക്യാപിറ്റൽ മാനേജ്മെൻറ്റ് ഡിസിഷൻ. അപ്പോൾ ഇങ്ങനെ 2 തരത്തിലുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷൻസ് ആണുള്ളത്, ലോങ് ടേമും ഷോർട്ട് ടേമും. ലോങ് ടേമിനെ വിളിക്കുന്ന പേര് ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ്, ഷോർട്ട് ടൈമിനെ വിളിക്കുന്ന പേര് വർക്കിംഗ് ക്യാപിറ്റൽ മാനേജ്മെൻറ്റ് ഡിസിഷൻ.
അതിൽ നമ്മൾ ഷോർട്ട് ടേം ഓൾറെഡി പഠിച്ചു കഴിഞ്ഞു. എന്താണ് വർക്കിംഗ് ക്യാപിറ്റൽ നമ്മൾ ഡീറ്റെയിൽ ആയിട്ടൊരു ചാപ്റ്റർ പഠിച്ചതാണ്. ലോങ് ടേം ആണ് നമ്മൾ പഠിക്കാത്തത്. അതാണ് നമുക്ക് ഈ ചാപ്റ്ററിൽ പഠിക്കാനുള്ളത്. ഇമ്പോർട്ടൻ്റ് ആണ്, പ്രോബ്ലത്തിനും തിയറിക്കും ഈക്വൽ ഇമ്പോർട്ടൻസ് ഉള്ള ഒരു ഏരിയ ആണ് ഇതെന്ന് പറയുന്നത്. അതാണ് ലോങ് ടേം ഇൻവെസ്റ്റ്മെൻറ്റ് അല്ലെങ്കിൽ ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, നമുക്കതിനെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. മീനിങ് ആൻഡ് ഡെഫിനിഷൻ ഓഫ് ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ്. നമ്മൾ ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് എന്താണെന്ന് പറഞ്ഞു. ലോങ് ടൈം ഇൻവെസ്റ്റ്മെൻറ്റ് വിളിക്കുന്ന പേരാണ് ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് എന്ന് പറഞ്ഞു. അത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് അതിൻ്റെ മീനിങ് പഠിക്കാനുണ്ട്. അതാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോണത്. ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് ഡിസിഷൻസ് ആർ ഡിസിഷൻസ് റിലേറ്റിംഗ് ടു ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻ അസറ്റ്സ് ഓർ പ്രോജക്റ്റ് which provide long term benefit. That is investment of fund which provide long term benefit. എവിടെ നിന്നാണോ നമുക്ക് ലോങ് പീരീഡിലേക്ക് ബെനിഫിറ്റ് കിട്ടുന്നത് അങ്ങനത്തെയുള്ള ഒരു അസറ്റിൽ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുന്നതിന് വിളിക്കുന്ന പേരാണ് ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് എന്ന് പറയുന്നത്. നമ്മൾ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുന്നുണ്ട് പ്ലസ് അതെന്തുമായിരിക്കണം, ഒരു ലോങ് പീരീഡ് ആയാൽ മാത്രമേ അതെന്താവുള്ളൂ, ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് ആവുള്ളൂ. ഷോർട്ട് പീരീഡ് ആണെങ്കിൽ ഒരിക്കലും ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് എന്ന് വിളിക്കില്ല. നമ്മൾ നേരത്തെ പറഞ്ഞാലും അതിനെ വർക്കിംഗ് ക്യാപിറ്റൽ മാനേജ്മെൻറ്റ് എന്നാണ് വിളിക്കുക. അപ്പോൾ ക്യാപിറ്റൽ budgeting decisions are decision relating to investment in assets or projects which provide long term benefit. ആ അസറ്റിൽ നമ്മൾ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുമ്പോൾ നമുക്ക് എന്ത് കിട്ടുന്നുണ്ട്, ലോങ് ടൈം ബെനിഫിറ്റ് കിട്ടുന്നുണ്ടെങ്കിൽ, നമുക്ക് അതിൽ നിന്ന് കിട്ടുന്ന ബെനിഫിറ്റ് ഒരു ലോങ് പീരീഡിലേക്കുള്ള ഒരു ബെനിഫിറ്റ് ആണെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ്. It is the process of selecting those investment proposals which are worthwhile to invest the available fund. അതായത് നമുക്ക് ഏറ്റവും വർത്ത് വെയിൽ ആയിട്ട് അല്ലെങ്കിൽ പ്രോഫിറ്റബിൾ ആയിട്ട് ഇൻവെസ്റ്റ്മെൻറ്റ് നടത്താൻ പറ്റുന്ന ഏതെങ്കിലും ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റി അല്ലെങ്കിൽ ഇൻവെസ്റ്റ്മെൻറ്റ് പ്രപ്പോസൽ സെലക്ട് ചെയ്യുന്നതിന് വിളിക്കുന്ന പേരാണ് ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ്. ഇറ്റ് ഈസ് ദ പ്രോസസ് ഓഫ് സെലക്ടിങ് ദോസ് ഇൻവെസ്റ്റ്മെൻറ്റ് പ്രപ്പോസൽ വിച്ച് ആർ വർത്ത് വെയിൽ എന്ന് വെച്ചാൽ നല്ലതാണ്, ഗുണപ്രദമായിട്ടുള്ള ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് പ്രപ്പോസൽ സെലക്ട് ചെയ്യുന്നതിന് നമ്മുടെ കയ്യിലുള്ള ഫണ്ട് നല്ല പ്രോഫിറ്റബിൾ ആയിട്ടുള്ള വർത്ത് വെയിൽ ആയിട്ടുള്ള ഒരു ഓപ്പർച്യൂണിറ്റിയിൽ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുന്ന ആ ഒരു ഡിസിഷൻ മേക്കിങ്ങിനും എന്ന് വിളിക്കാം, ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് എന്ന് വിളിക്കാം. It is the process of identifying, analyzing and selecting investment projects whose return are expected over a series of years in future. ഇതാണ് നിങ്ങൾ കറക്റ്റ് മീനിങ് ആയിട്ട് പഠിക്കേണ്ടത്. മറ്റത് രണ്ടും എക്സ്പ്ലെയിൻ ചെയ്യാനുള്ള പോയിന്റാണ്. ഇതാണ് മെയിൻ മീനിങ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ദ പ്രോസസ് ഓഫ് ഐഡൻറ്റിഫൈയിങ്, അനലൈസിങ് ആൻഡ് സെലക്ടിങ്. ഈ മൂന്ന് കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നുണ്ട്. എന്താണ് ചെയ്യുന്നത്, ഇൻവെസ്റ്റ്മെൻറ്റ് പ്രോജക്ട്സ്, നമ്മുടെ കയ്യിലുള്ള ഫണ്ട് ഇൻവെസ്റ്റ്മെൻറ്റ് നടത്താനായിട്ട് നമുക്ക് സ്യൂട്ടബിൾ ആയിട്ടുള്ള പ്രൊജക്ട്സ് ഐഡൻറ്റിഫൈ ചെയ്യുക. നമ്മുടെ മുമ്പിൽ കുറേ ഓൾട്ടർനേറ്റീവ്സ് ഉണ്ട്, അത് ഏതൊക്കെയാണെന്ന് നമ്മൾ കണ്ടുപിടിക്കുക, ഓരോന്നും അനലൈസ് ചെയ്യുക, അതിൽ നിന്ന് ഒരെണ്ണം സെലക്ട് ചെയ്യുക. നമ്മൾ ഇതിൻ്റെ പ്രോസസ്സ് പഠിക്കുമ്പോൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും. അപ്പം മൂന്ന് കാര്യങ്ങളാണ്, നമുക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് നടത്താൻ പറ്റാവുന്ന ഇൻവെസ്റ്റ്മെൻറ്റ് പ്രോജക്ട്സ് ഐഡൻറ്റിഫൈ ചെയ്യുക, അനലൈസ് ചെയ്യുക, സെലക്ട് ചെയ്യുക. whose return are expected over a series of years in future. ഈ പ്രൊജക്റ്റുകളുടെ റിട്ടേൺ നമ്മൾ നേരത്തെ പഠിച്ചോണം തന്നെ ഷോർട്ട് ടേം ആയിരിക്കരുത്, എന്തായിരിക്കണം, ലോങ് ടേം ആയിരിക്കണം. അത് വേറെ രീതിയിൽ പറഞ്ഞു എന്നുള്ളൂ. ഹൂസ് റിട്ടേൺ ആർ, അവരിൽ നിന്ന് കിട്ടുന്ന റിട്ടേൺ ആർ എക്സ്പെക്റ്റഡ് ഓവർ എ സീരീസ് ഓഫ് ഇയേഴ്സ് ഇൻ ഫ്യൂച്ചർ. ഫ്യൂച്ചറിൽ നമുക്ക് കിട്ടുള്ളൂ, ഇമ്മീഡിയറ്റ് ബെനിഫിറ്റ് ഒന്നും അതിൽ നമുക്ക് കിട്ടില്ല. ഫ്യൂച്ചറിൽ ലോങ് പീരീഡിലേക്ക് ബെനിഫിറ്റ് കിട്ടുന്ന ഇൻവെസ്റ്റ്മെൻറ്റ് പ്രൊപ്പോസൽസ് ഐഡൻറ്റിഫൈ ചെയ്യുക, അനലൈസ് ചെയ്യുക, സെലക്ട് ചെയ്യുക. അതിന് വിളിക്കുന്ന പേരാണ് ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് എന്ന് വിളിക്കുന്നത്. In short, it is the process of making capital investment decision. ചുരുക്കത്തിൽ പറയുകയാണെങ്കിൽ ക്യാപിറ്റൽ എവിടെ കൊണ്ടുപോയിട്ട് ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തണം അതിനെക്കുറിച്ച് ഡിസിഷൻ മേക്കിങ്ങിന് വിളിക്കുന്ന പേരാണ് ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ്. അപ്പോൾ ഇത്രയ്ക്കാണ് അതിൻ്റെ മീനിങ്. ഞാൻ നേരത്തെ പറഞ്ഞോളം ആ തേർഡ് പോയിൻ്റാണ് മെയിനായിട്ട് നിങ്ങൾ മീനിങ് ആയിട്ട് പഠിക്കേണ്ടത്. നമുക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് നടത്താൻ പറ്റാവുന്ന, നമുക്ക് നമ്മുടെ ബഡ്ജറ്റിനുള്ളിൽ ഒതുങ്ങുന്ന ഇൻവെസ്റ്റ്മെൻറ്റ് പ്രപ്പോസൽസ് ഐഡൻറ്റിഫൈ ചെയ്യുക. കുറേ ഉണ്ടാവും, അതൊക്കെ ഐഡൻറ്റിഫൈ ചെയ്യുക, ഓരോന്നും എടുത്ത് അനലൈസ് ചെയ്യുക, അതിൽ നിന്ന് ദ ബെസ്റ്റ് വൺ സെലക്ട് ചെയ്യുക. അതിന് വിളിക്കുന്ന പേരാണ് ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ്. ഇനി ഒരു ഡെഫിനിഷൻ പറഞ്ഞിട്ടുണ്ട്, അത് പഠിക്കണം. RM ലിച്ചിൻ്റെ ആണ്. ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് കൺസിസ്റ്റ് ഇൻ പ്ലാനിംഗ് ദ എംപ്ലോയ്മെൻറ്റ് ഓഫ് അവൈലബിൾ ക്യാപിറ്റൽ ഫോർ ദ പർപ്പസ് ഓഫ് മാക്സിമൈസിംഗ് ദ ലോങ് ടേം പ്രോഫിറ്റബിലിറ്റി ഓഫ് ദി ഫേം. ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് കൺസിസ്റ്റിംഗ് ഇൻ പ്ലാനിംഗ് ദ എംപ്ലോയ്മെൻറ്റ് ഓഫ് അവൈലബിൾ ക്യാപിറ്റൽ. നമ്മുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ള ക്യാപിറ്റൽ എംപ്ലോയ്മെൻറ്റ് നടത്തണം. എംപ്ലോയ്മെൻറ്റ് നടത്താൻ വെച്ചെങ്കിൽ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തണം, അതിനെക്കുറിച്ച് പ്ലാൻ ചെയ്യാം. For the purpose of maximizing long-term profitability of the firm. അപ്പോൾ
അപ്പോൾ എന്തിനു വേണ്ടിയിട്ടാണ്? നമ്മുടെ കമ്പനിയുടെ ലോങ് ടേം പ്രോഫിറ്റബിലിറ്റി, ഷോർട്ട് ടേം ആയിരിക്കരുത്, ലോങ് ടേം പ്രോഫിറ്റബിലിറ്റി മാക്സിമൈസ് ചെയ്യാൻ പറ്റാവുന്ന ഒരു നമുക്ക് പറ്റാവുന്ന ഒരു പ്രപ്പോസൽ സെലക്ട് ചെയ്യാനായിട്ട് വിളിക്കുന്ന പേരാണ് ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ്. പ്ലാനിങ് ദ എംപ്ലോയ്മെന്റ് ഓഫ് അവൈലബിൾ ക്യാപിറ്റൽ ഫോർ ദ പേർപ്പസ് ഓഫ് മാക്സിമൈസിങ് ദ ലോങ് ടേം പ്രോഫിറ്റബിലിറ്റി ഓഫ് ദി ഫേം. നമ്മൾ ലോങ് ടേം പ്രോഫിറ്റബിലിറ്റി മാക്സിമൈസ് ചെയ്യാൻ പറ്റാവുന്ന ഒരു സോഴ്സ് കണ്ടെത്തി അതിൽ നമ്മൾ ഇൻവെസ്റ്റ്മെന്റ് നടത്താനായിട്ടുള്ള കാര്യങ്ങൾ, എംപ്ലോയ്മെന്റ് എന്ന് വെച്ചാൽ ഇൻവെസ്റ്റ്മെന്റ് തന്നെ കേട്ടോ, ഇൻവെസ്റ്റ്മെന്റ് നടത്താൻ പറ്റിയ കാര്യങ്ങൾ പ്ലാൻ ചെയ്യാൻ വിളിക്കുന്ന പേരാണ് ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ്. RM ലിച്ചിൻ്റെ ആണ് അതുപോലെ തന്നെ ഡെഫിനിഷനായിട്ട് പഠിക്കാം. ഓക്കെ, അപ്പോൾ ഇതിൽ മീനിങ്ങും ഡെഫിനിഷനും വന്നിട്ട് അത് രണ്ടും നമ്മൾ പഠിക്കണം. നെക്സ്റ്റ് ഈസ് ഫീച്ചേഴ്സ് ഓഫ് ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ്. ഇനി ക്യാപിറ്റൽ ബഡ്ജറ്റിങ്ങിൻ്റെ ഫീച്ചേഴ്സാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. കുറേയൊക്കെ റിപ്പീറ്റഡ് ആണ്, നമുക്ക് അറിയാവുന്ന കാര്യങ്ങളൊക്കെയാണ്. ഫണ്ട്സ് ആർ ഇൻവെസ്റ്റഡ് ഇൻ ലോങ് ടേം ആക്ടിവിറ്റി. നമ്മൾ നേരത്തെ പറഞ്ഞു ലോങ് പീരീഡിലേക്ക് ഇൻവെസ്റ്റ്മെന്റ് നടത്താനും വിളിക്കുന്ന പേരാണ് ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് എന്ന് പറഞ്ഞു. അപ്പോൾ അത് തന്നെ ഒരു ഫീച്ചറായിട്ട് എഴുതാം. നമ്മൾ ഫണ്ട് ഇൻവെസ്റ്റ്മെന്റ് നടത്തുന്നത് ലോങ് പീരീഡിലേക്കാണ്, ഷോർട്ട് പീരീഡിലേക്കല്ല. ദെൻ ഇറ്റ് ഇൻവോൾവ്സ് ലാർജ് ഔട്ട്ലേ. അതുപോലെ തന്നെ നമ്മൾ ഇൻവെസ്റ്റ്മെന്റ് നടത്തുന്ന എമൗണ്ട് അതൊരു ഹ്യൂജ് എമൗണ്ട് ആയിരിക്കും, ലോങ് പീരീഡ് ആയിരിക്കും ചെയ്യും, അതുപോലെ തന്നെ ഹ്യൂജ് എമൗണ്ട് ആയിരിക്കും, ലാക്സോ ക്രോസോ ഒക്കെ ആയിരിക്കും നമ്മൾ ഇൻവെസ്റ്റ്മെന്റ് നടത്തുക. ലോങ് പീരീഡ് ആയതുകൊണ്ട് തന്നെ ഹ്യൂജ് എമൗണ്ട് ആയാലും നമുക്ക് ഇൻവെസ്റ്റ്മെന്റ് നടത്താനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ അതാണ് ലാർജ് ഔട്ട്ലേ എന്ന് ഉദ്ദേശിക്കുന്നത്. നമ്മുടെ കയ്യിൽ നിന്ന് പോണ ക്യാഷ്, അതായത് നമ്മൾ നടത്തുന്ന ഇൻവെസ്റ്റ്മെന്റ് ലാർജ് എമൗണ്ട് ആയിരിക്കും. കറണ്ട് ഫണ്ട്സ് ആർ എക്സ്ചേഞ്ച്ഡ് ഫോർ ഫ്യൂച്ചർ ബെനിഫിറ്റ്സ്. ഇത് നമ്മൾ മെയിനായിട്ടും എന്താ ചെയ്യണമെന്ന് വെച്ചാൽ ഇപ്പം നമ്മുടെ കയ്യിലുള്ള കാശ് ചിലവാക്കാണ്. എന്തിനു വേണ്ടിയിട്ട്? ഭാവിയിൽ നമുക്ക് ഇൻകം കിട്ടാൻ വേണ്ടിയിട്ട്. നമ്മുടെ കയ്യിലുള്ള ഫണ്ട് എന്ന് പറയുന്നത് നമ്മൾ മൊബിലൈസ് ചെയ്ത ക്യാപിറ്റലിൻ്റെ ഒരു ഭാഗം നമ്മൾ വേണ്ടാന്ന് വെക്കുകയാണ്. ശരിക്കും നമ്മുടെ ബിസിനസ്സിൽ ഇറക്കാവുന്ന കാശാണ്. പക്ഷെ നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ ബിസിനസ്സിൽ ഇറക്കാണ്ട് അത് നമ്മൾ ഇൻവെസ്റ്റ്മെന്റ് നടത്താണ്. കാരണം എന്തിനു വേണ്ടിയിട്ട്? ഫ്യൂച്ചറിലെ ബെനിഫിറ്റ് ഏൺ ചെയ്യാനായിട്ട്. അപ്പോൾ അതൊരു അടുത്തൊരു ഫീച്ചറാണ്. കറണ്ട് ഫണ്ട്സ് ആർ എക്സ്ചേഞ്ച്ഡ് ഫോർ ഫ്യൂച്ചർ ബെനിഫിറ്റ്സ്. The benefits are expected over a number of years in future. ഞാൻ നേരത്തെ പറഞ്ഞു ലോങ് ടേം ആണെന്ന് പറഞ്ഞു. അതുപോലെ ഭാവിയിലെ കുറേ കാലത്തേക്ക് നമുക്ക് അതിൽ നിന്ന് റിട്ടേൺ ഏൺ ചെയ്യാനായിട്ട് പറ്റും. അതായത് ഇപ്പോൾ നമുക്ക് ഒരു 20 കൊല്ലത്തേക്കൊക്കെയാണ് നമ്മൾ ഇൻവെസ്റ്റ്മെന്റ് നടത്തിയെന്ന് വെച്ചാൽ ഇമ്മീഡിയറ്റ് ആയിട്ട് നമുക്ക് ബെനിഫിറ്റ് കിട്ടിയില്ലെങ്കിലും കിട്ടിത്തുടങ്ങിയാൽ പിന്നെ കണ്ടിന്യൂസ് ആയിട്ട് ഫോർ എ ലോങ് പീരീഡ് നമുക്ക് അതിൽ നിന്ന് റിട്ടേൺ എൻജോയ് ചെയ്യാനായിട്ട് പറ്റും. അതാണ് പറയുന്നത് ദ ബെനിഫിറ്റ്സ് ആർ എക്സ്പെക്റ്റഡ് ഓവർ എ നമ്പർ ഓഫ് ഇയേഴ്സ് ഇൻ ഫ്യൂച്ചർ. ഇറ്റ് ഇൻവോൾവ്സ് ഹൈ ഡിഗ്രി ഓഫ് റിസ്ക്. നമുക്കറിയാം നേരത്തെ ഞാൻ പറഞ്ഞു ലോങ് ടേമുമാണ് ഹ്യൂജ് എമൗണ്ടുമാണ്. രണ്ടും ആയാൽ എന്തായി? റിസ്ക് എലമെന്റ് കൂടെ വന്നു. കാരണം നമുക്ക് ഫ്യൂച്ചർ എപ്പോഴും അൺസർട്ടൈൻ ആണ്. നമ്മളിപ്പോൾ ഇൻവെസ്റ്റ്മെന്റ് ഒക്കെ നടത്തി നല്ല റിട്ടേൺ ഒക്കെ കിട്ടുമെന്ന് വിചാരിച്ച് ഒരു ഹ്യൂജ് എമൗണ്ട്, ബൾക്ക് എമൗണ്ട് ആണ് നമ്മൾ ഇൻവെസ്റ്റ്മെന്റ് നടത്തിയേക്കുന്നത്. അപ്പോൾ അതിൽ ചിലപ്പോൾ ഇൻകം കിട്ടാതിരിക്കാനുള്ള പ്രോബബിലിറ്റിയും ഉണ്ട്. അപ്പോൾ ലോങ് പീരീഡ് ആയതുകൊണ്ടും ഹ്യൂജ് എമൗണ്ട് ആയതുകൊണ്ടും എന്ത് കൂടും? റിസ്ക് കൂടും. നമുക്കറിയാം റിസ്ക് കൂടിയാൽ ഓട്ടോമാറ്റിക്കായിട്ട് എന്ത് കൂടും? റിട്ടേൺ കൂടാനുള്ള സാധ്യതകളൊക്കെ ഉണ്ട്. എന്നാലും നമുക്ക് അവിടെ ഒരു ടെൻഷൻ ഉണ്ടാവും. റിസ്ക് എലമെന്റ് വളരെ കൂടുതലാണ്. അടുത്തെന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഇറിവേഴ്സിബിൾ. ഇറിവേഴ്സിബിൾ എന്ന് പറയാൻ എന്താണ്? റിവേഴ്സ് ചെയ്യാനായിട്ട് പറ്റില്ല. അതായത് ഒരിക്കലും ഒരു തീരുമാനം എടുത്ത് നമ്മൾ ഇൻവെസ്റ്റ്മെന്റ് നടത്തി അത് പിന്നെ അയ്യോ ഈ ഇൻവെസ്റ്റ്മെന്റ് വേണ്ട എനിക്ക് വേറെ മതി എന്ന് പറയാനായിട്ട് സാധിക്കില്ല എന്നല്ല, പറഞ്ഞാൽ നമുക്ക് മോണിറ്ററി ലോസ് ഉണ്ടാവും. ഓക്കെ, അതായത് ഇപ്പോൾ നമ്മൾ ഇൻവെസ്റ്റ്മെന്റ് നടത്തി. ഇന്നിപ്പോൾ ഡേറ്റ് ഒക്ടോബർ 1-ാം തീയതി. ഒക്ടോബർ 1-ാം തീയതി ആയിട്ട് തന്നെ നമ്മൾ ഇൻവെസ്റ്റ്മെന്റ് നടത്തി ഏതെങ്കിലും ഒരു ഷെയറിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പ്രോപ്പർട്ടിയോ എവിടെയെങ്കിലും നമ്മൾ ഇൻവെസ്റ്റ്മെന്റ് നടത്തി. അത് കഴിഞ്ഞിട്ട് ഒരു ഒക്ടോബർ 2 അല്ലെങ്കിൽ ഇന്ന് തന്നെ ഇന്ന് മോർണിംഗ് ഇപ്പോൾ സപ്പോസ് ഞാനൊരു വേറെ എക്സാമ്പിൾ പറയാം. ഞാനൊന്ന് ഗോൾഡ് വാങ്ങി, ഒരു സ്വർണം വാങ്ങി. എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ട ഒരു നെക്ലേസ് ആണ് ഞാൻ വാങ്ങിയത്. ജ്വല്ലറിയിൽ പോയിട്ട് വാങ്ങി. അത് ഹ്യൂജ് ഇൻവെസ്റ്റ്മെന്റ് ആണ്. കാരണം അത് ലോങ് പീരീഡിലേക്കാണ്. ഞാൻ ഇന്ന് മേടിച്ചിട്ട് നാളെ ഒന്നും വിൽക്കില്ല സ്വർണ്ണമായതുകൊണ്ട്. അതൊരു ലോങ് ടൈം ഇൻവെസ്റ്റ്മെന്റ് തന്നെയാണ്. അതിന് അത്യാവശ്യത്തിന് കാശ് ഞാൻ ചിലവാക്കിയിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് ഞാൻ ഇന്ന് ഒക്ടോബർ 1-ാം തീയതി മോർണിംഗ് ഒരു 12 o'clock പോയിട്ട് വാങ്ങിയതാണ്. വീട്ടിലെത്തിയിട്ട് വന്ന് നോക്കുമ്പോൾ അതെനിക്ക് ഇഷ്ടമായില്ല. അല്ലെങ്കിൽ വേണ്ട ഒരാഴ്ച കഴിഞ്ഞിട്ട് എനിക്കത് മറിച്ചു കൊടുക്കണം തോന്നി. അപ്പം നമുക്ക് എന്ത് പോവും? ഒരിക്കലും നമുക്ക് മേടിച്ച വില തന്നെ അതിന് കിട്ടില്ല. അതിൽ നിന്ന് കുറച്ച് നമുക്ക് നഷ്ടമുണ്ടാകും. സിമ്പിൾ ഒരു എക്സാമ്പിളായിട്ടാണ്. അത് ബിസിനസ്സിലൊന്നും ചെയ്യില്ല, നമ്മുടെ പ്രാക്ടിക്കൽ ലൈഫിൽ നമ്മൾ ഫേസ് ചെയ്യുന്ന ഒരു എക്സാമ്പിളാണ്. കാരണം അതെന്തായി? സെക്കൻഡ് ഹാൻഡ് ആയി. നമുക്ക് എന്തായാലും അതിന് എന്തെങ്കിലും ഒരു കുറവ് ആ എമൗണ്ടിൽ സാധിക്കും. അതുപോലെ തന്നെയാണ് കമ്പനിയിലും ഏതെങ്കിലും ഒരു ഇൻവെസ്റ്റ്മെന്റ് നടത്തി അത് കഴിഞ്ഞ് അത് ഈ ഇൻവെസ്റ്റ്മെന്റ് വേണ്ട നമുക്ക് വേറെ മതി. ഒരു മെഷീനറി 10 ലക്ഷം രൂപയുടെ ഒരു മെഷീനറി മേടിച്ചു. അത് കഴിഞ്ഞിട്ട് അത് വർക്ക് ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് നമുക്ക് മനസ്സിലായത് അയ്യോ നമുക്ക് പറ്റാത്തൊരു മെഷീനറി ആണെന്ന് മനസ്സിലായി.
നമ്മൾ തിരിച്ചു കൊടുക്കുമ്പോൾ നമ്മൾ ഒരിക്കലും 10 ലക്ഷം രൂപ കിട്ടില്ല. അതിനേക്കാൾ കുറഞ്ഞ വിലയ്ക്ക് ആ സാധനം നമുക്ക് വിൽക്കാനായിട്ട് പറ്റുള്ളൂ. കാരണം അതെന്തായി സെക്കൻഡ് ഹാൻഡ് ആയി ഒരിക്കലും ഒറിജിനലിൻ്റെ പ്രൈസ് കിട്ടില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഇത് ഒരു തവണ എടുത്തു കഴിഞ്ഞാൽ പിന്നെ അത് ചേഞ്ച് ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടായതുകൊണ്ട് നമ്മൾ വളരെയധികം ശ്രദ്ധിച്ചിട്ട് വേണം അങ്ങനെ ഡിസിഷൻ എടുക്കാനായിട്ട്. അതാണ് പറയുന്നത് ഇറ്റ് ഈസ് ഇറിവേഴ്സിബിൾ. ഒരു തവണ എടുത്തു കഴിഞ്ഞാൽ അത് ചേഞ്ച് ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടാണ്. ബുദ്ധിമുട്ടെന്ന് ഉദ്ദേശിക്കുന്നത് നമുക്ക് നഷ്ടമുണ്ടാകും. അതുകൊണ്ട് ആ ഒരു ഡിസിഷൻ എടുക്കുമ്പോൾ എല്ലാ കാര്യങ്ങളും നമ്മൾ നന്നായിട്ട് ചിന്തിച്ചതിന് ശേഷമേ നമ്മൾ എടുക്കാനായിട്ട് പാടുള്ളൂ. നെക്സ്റ്റ് ഈസ് ജസ്റ്റേഷൻ പീരീഡ് ഈസ് ലോങ്. ജസ്റ്റേഷൻ പീരീഡ് എന്ന് പറയുകയാണെങ്കിൽ ഇറ്റ് ഈസ് ദ പീരീഡ് ബിറ്റ്വീൻ ദ ഇനീഷ്യൽ ഔട്ട്ലേ ആൻഡ് ആൻറ്റിസിപ്പേറ്റഡ് റിട്ടേൺ. അതായത് ഇപ്പോൾ ഞാനിപ്പോൾ 2020 ഒരു 10 ലക്ഷം രൂപ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തിയത്. ഇനി അതിൽ നിന്ന് എന്ന് തൊട്ട് നമുക്ക് റിട്ടേൺ കിട്ടും, അത് ലോങ് പീരീഡ് ആയിരിക്കും. അത് ഇമ്മീഡിയറ്റ് ആയിട്ട് അതിൽ നിന്ന് ബെനിഫിറ്റ് കിട്ടില്ല. നമുക്ക് കുറച്ച് നാൾ നമ്മൾ വെയിറ്റ് ചെയ്തതിന് ശേഷമേ നമുക്ക് ആ ഇൻവെസ്റ്റ്മെൻറ്റിൽ നിന്ന് ഒരു ബെനിഫിറ്റ് കിട്ടുള്ളൂ. അതായത് ഇന്ന് ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തി നാളെ തൊട്ട് ബെനിഫിറ്റ് കിട്ടണമെന്ന് പറഞ്ഞാൽ അത് ക്യാപിറ്റൽ ബഡ്ജറ്റിങ്ങിൽ നടക്കില്ല. അതിന് ആ പീരീഡിനെ വിളിക്കുന്ന പേരാണ് ജസ്റ്റേഷൻ പീരീഡ് എന്ന് പറഞ്ഞാൽ. അതായത് ഗ്യാപ്പ് ബിറ്റ്വീൻ ദ ഇനീഷ്യൽ ഔട്ട്ലേ, ഞാൻ കാശ് കൊടുത്തതും അതുപോലെ അതിൽ നിന്ന് കിട്ടുന്ന റിട്ടേണിൻ്റെ ഡേറ്റും അത് തമ്മിൽ നല്ലൊരു ഗ്യാപ്പ് ഉണ്ടാവും. ഇമ്മീഡിയറ്റ് ആയിട്ടൊരു റിട്ടേൺ നമുക്ക് ഇതിൽ നിന്ന് ഒരിക്കലും എക്സ്പെക്റ്റ് ചെയ്യാനായിട്ട് പറ്റില്ല. അപ്പോൾ അതാണ് അടുത്ത ഒരു ഫീച്ചറായിട്ട് പറയുന്നത്. അപ്പോൾ ഇത്രയൊക്കെയാണ് അതിൻ്റെ ഫീച്ചേഴ്സ് പറയുന്നത്. ലോങ് പീരീഡ് ആണ്, ഹ്യൂജ് എമൗണ്ട് ആണ്, അതുകൊണ്ട് തന്നെ നമുക്ക് റിസ്ക് എലമെൻറ്റ് ഉണ്ട്, ഇറിവേഴ്സിബിൾ ആണ്, അതുപോലെ ജസ്റ്റേഷൻ പീരീഡ് ലോങ് ആണ്. നെക്സ്റ്റ് ഈസ് ഇമ്പോർട്ടൻസ് ഓഫ് ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ്. ഏതാണ് അതിന് റിപ്പീറ്റഡ് പോയിന്റ്സ് കുറേ വരുന്നുണ്ട്. നേരത്തെ പഠിച്ചത് ഫീച്ചേഴ്സിന് അതേ പോയിന്റ്സ് കുറേ വരുന്നുണ്ട്. നമുക്ക് നോക്കാം. ഹ്യൂജ് ഇൻവെസ്റ്റ്മെൻറ്റ് നമ്മൾ നേരത്തെ പഠിച്ചതാണ്. നമ്മൾ ഇനീഷ്യൽ ഔട്ട്ലേ വളരെയധികം കൂടുതലാണ്. ലോങ് ടൈം ഇംപ്ലിക്കേഷൻ, നമ്മൾ ഒരിക്കലും ഒരു ഷോർട്ട് പീരീഡിലേക്ക് അല്ല ലോങ് പീരീഡിലേക്കാണ് നമ്മൾ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുക. ഇറിവേഴ്സിബിൾ ഡിസിഷൻ, ഒരു തവണ ഡിസിഷൻ എടുത്തു കഴിഞ്ഞാൽ പിന്നെ അത് മാറ്റി ചേഞ്ച് ചെയ്യാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. റിസ്ക്, ഫ്യൂച്ചറിലേക്കുള്ള കാര്യമാണ്. ഇപ്പോൾ ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള ഒരു ആക്ഷൻ അല്ല, ഫ്യൂച്ചറിലേക്കാണ്. അതുകൊണ്ട് തന്നെ അൺസർട്ടനിറ്റി നന്നായിട്ടുണ്ട്. അപ്പോൾ റിസ്ക് കൂടുതലാണ്. ഇനി വരുന്ന പോയിന്റുകൾ നമ്മൾ ഡിസ്കസ് ചെയ്യാത്തതാണ്. അടുത്ത പോയിന്റ് എന്ന് പറയുന്നത് ഗ്രോത്ത്. ആസ് എ റിസൾട്ട് ഓഫ് പ്രോഫിറ്റബിൾ ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് ഡിസിഷൻ ഓവറോൾ ആൻഡ് ലോങ് ടൈം പ്രോഫിറ്റബിലിറ്റി ക്യാൻ ബി ഇംപ്രൂവ്ഡ്. അതായത് നമുക്ക് നല്ലൊരു ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റി അല്ലെങ്കിൽ നല്ലൊരു ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് ഡിസിഷൻ എടുത്താൽ നമുക്ക് നമ്മുടെ പ്രോഫിറ്റബിലിറ്റിയും അതുപോലെ ഓവറോൾ പെർഫോമൻസ് നമുക്ക് ഇംപ്രൂവ് ചെയ്യാനായിട്ട് പറ്റും. കാരണം നമ്മുടെ ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷൻ കറക്റ്റായാൽ അതിൽ നിന്ന് നമുക്ക് എന്ത് കിട്ടും, റെഗുലറായിട്ട് റിട്ടേൺ കിട്ടും. ഞാൻ പലപ്പോഴും പറയാറുണ്ട്, നമ്മൾ ക്യാപിറ്റലിൻ്റെ ഒരു ഭാഗമാണ് ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുന്നത്. അപ്പോൾ നമുക്ക് നല്ലൊരു ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തിയാൽ തുടക്കത്തിലൊന്നും നമുക്ക് അധികം ലാഭം ഉണ്ടാക്കാനായിട്ട് പറ്റില്ല. നമ്മുടെ ബിസിനസ്സിൽ നിന്ന് നമുക്ക് ലാഭം ഉണ്ടാക്കാനായിട്ട് പറ്റില്ല. അപ്പോൾ നമ്മൾ നടത്തിയ ഇൻവെസ്റ്റ്മെൻറ്റ് പ്രോഫിറ്റബിൾ ആണെങ്കിൽ ആ തുടക്കത്തിലത്തെ ചിലവുകളൊക്കെ നമുക്ക് ഇത് വെച്ചിട്ട് സെറ്റ് ഓഫ് ചെയ്യാനായിട്ട് പറ്റും. ഈ ഇൻവെസ്റ്റ്മെൻറ്റിൽ നിന്ന് കിട്ടുന്ന ലാഭം വെച്ചിട്ട് നമ്മുടെ പ്രിലിമിനറി എക്സ്പെൻസസ് ഒക്കെ നമുക്ക് മീറ്റ് ചെയ്യാനായിട്ട് പറ്റും. നമുക്ക് തുടക്കത്തിൽ ഒരു ബിസിനസ് ആകുമ്പോൾ തുടക്കത്തിലൊന്നും നമുക്ക് തുടങ്ങി വഴിക്കുന്നത് നമുക്ക് ലാഭമൊന്നും ഉണ്ടാക്കാൻ പറ്റില്ല. തുടക്കത്തിലൊക്കെ നമുക്ക് കുറച്ച് നഷ്ടങ്ങളൊക്കെ ഉണ്ടാവും. അപ്പം നമുക്ക് എന്ത് ചെയ്യാം, നമ്മൾ നല്ലൊരു ഇൻവെസ്റ്റ്മെൻ്റ് ആണ് നടത്തിയെന്ന് വെച്ചാൽ അതിൽ നിന്ന് കിട്ടുന്ന റിട്ടേൺ തുടക്കത്തിലത്തെ എക്സ്പെൻസ് മീറ്റ് ചെയ്യാനായിട്ട് നമുക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ കമ്പനിക്ക് നല്ലൊരു ഇൻവെസ്റ്റ്മെൻറ്റ് പ്രൊപ്പോസൽ അല്ലെങ്കിൽ നല്ലൊരു ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് ഡിസിഷൻ ഉണ്ടെങ്കിൽ ആ കമ്പനിക്ക് എന്തുണ്ടാകും, ഗ്രോത്ത് ഉണ്ടാകും. അടുത്ത പോയിന്റ് എന്ന് പറയുന്നത് ഇമ്പാക്റ്റ് ഓൺ ഫേംസ് കോമ്പറ്റേറ്റീവ് സ്ട്രെങ്ത്. കോമ്പറ്റേറ്റീവ് സ്ട്രെങ്ത് എന്ന് പറഞ്ഞാൽ എന്താണ്, എൻ്റെ കോമ്പറ്റീറ്ററേക്കാൾ ഹൈലൈറ്റ് ചെയ്യുന്ന ഒരു ക്വാളിറ്റി. എൻ്റെ ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് ഡിസിഷൻ നമുക്ക് വേണമെങ്കിൽ എന്തായിട്ട് ഡെവലപ്പ് ചെയ്യാം, എൻ്റെ കോമ്പറ്റേറ്റീവ് സ്ട്രെങ്ത് ആയിട്ട് ഡെവലപ്പ് ചെയ്യാനായിട്ട് പറ്റും. അതാണ് ഇവിടെ പറയുന്നത് ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് ഡിസിഷൻസ് എഫക്ട് ദി ഫ്യൂച്ചർ പ്രോഫിറ്റ്സ് ആൻഡ് കോസ്റ്റ് ഓഫ് ദി ഫേം. ദിസ് വിൽ അൾട്ടിമേറ്റ്ലി എഫക്ട് ദി ഫേംസ് കോമ്പറ്റേറ്റീവ് സ്ട്രെങ്ത്. അതായത് എനിക്ക് അധികം ചെലവില്ലാണ്ട് നല്ലൊരു ഇൻവെസ്റ്റ്മെൻറ്റ് ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് ഡിസിഷൻ എടുക്കാൻ പറ്റിയെങ്കിൽ അതെനിക്ക് എൻ്റെ ഒരു കോമ്പറ്റേറ്റീവ് അഡ്വാൻറ്റേജ് ആയിട്ട് ഹൈലൈറ്റ് ചെയ്ത് കാണിക്കാനായിട്ട് പറ്റും. എൻ്റെ കോമ്പറ്റീറ്റേഴ്സിനൊന്നും ചെയ്യാൻ പറ്റാത്ത ഒരു കാര്യം ഞാൻ ചെയ്തു. എന്താണ്, അധികം ചിലവില്ലാണ്ട് നല്ലൊരു ഇൻവെസ്റ്റ്മെൻറ്റ് ലോങ് ടൈം ഇൻവെസ്റ്റ്മെൻറ്റ് ഞാൻ നടത്തിയെന്ന് പറഞ്ഞാൽ അതെനിക്ക് ഒരു പോസിറ്റീവാണ്. അത് മറ്റുള്ളവരെക്കാളും ഹൈലൈറ്റ് ചെയ്ത് എനിക്ക് എക്സിബിറ്റ് ചെയ്യാനും പറ്റും. അതിനെ വിളിക്കുന്ന പേരാണ് കോമ്പറ്റേറ്റീവ് അഡ്വാൻറ്റേജ്. അപ്പോൾ നല്ലൊരു ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷൻ എടുത്താൽ ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് ഡിസിഷൻ എടുത്താൽ അത് നമുക്ക് നമ്മുടെ കോമ്പറ്റേറ്റീവ് അഡ്വാൻറ്റേജ് ആയിട്ട് ഹൈലൈറ്റ് ചെയ്ത് കാണിക്കാനായിട്ട് പറ്റും.
ദെൻ മോസ്റ്റ് ഡിഫിക്കൽട്ട് ഡിസിഷൻ, ഇത് ഇങ്ങനെ പറയുമ്പോൾ ലോങ് ടേം ആണ്, ഹ്യൂജ് ഫണ്ടാണ്, അതുപോലെ ഇറിവേഴ്സിബിൾ ആണ്, റിസ്ക് എലമെൻറ്റ് വളരെ കൂടുതലാണെന്നൊക്കെ പറയുമ്പോൾ തന്നെ നമുക്കറിയാം ഈ ഒരു ഡിസിഷൻ എടുക്കാനായിട്ട് വളരെ ബുദ്ധിമുട്ടാണ്. നേരത്തെ ഞാൻ പറഞ്ഞുകൊണ്ട് തന്നെ ഇറിവേഴ്സിബിൾ ആയതുകൊണ്ട് തന്നെ നമ്മൾ ഡിസിഷൻ എടുക്കുന്നതിനേക്കാളും മുമ്പ് എല്ലാ കാര്യങ്ങളും നോക്കി എല്ലാതും പോസിറ്റീവ് ആണെങ്കിൽ മാത്രമേ അത് എടുക്കാനായിട്ട് പറ്റുള്ളൂ. അതുകൊണ്ട് ഇത്തിരി ബുദ്ധിമുട്ടാണ് ഈ ഡിസിഷൻ എടുക്കാനായിട്ട്. ദെൻ നെക്സ്റ്റ് വൺ ഈസ് കോസ്റ്റ് കൺട്രോൾ. അതായത് നമ്മൾ ഇനി ഇത് കഴിഞ്ഞിട്ട് സ്റ്റെപ്സ് പഠിക്കുന്നത് അതിലുണ്ട്. ഇതിൽ ഇടയ്ക്കിടയ്ക്ക് ഒരു റിവ്യൂ നടത്തും. നമ്മൾ ആക്ച്വലും നമ്മുടെ ബഡ്ജറ്റ് ഉണ്ടാവും, നമ്മുടെ എസ്റ്റിമേറ്റ് ഉണ്ടാവും. ഒരു മെഷീനറി വാങ്ങുമ്പോൾ അതിൽ നിന്ന് നമ്മൾ ഇത്ര എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ടോ, ആ എക്സ്പെക്റ്റേഷനും അതിൻ്റെ ആക്ച്വൽ പെർഫോമൻസും തമ്മിൽ എപ്പോഴും ഒരു കമ്പാരിസൺ നടത്തും. ഏതിലെ ക്യാപിറ്റൽ ബഡ്ജറ്റിൽ നമ്മൾ സ്റ്റെപ്പ് പഠിക്കുമ്പോൾ നമുക്കത് പഠിക്കാം. അപ്പോൾ അങ്ങനെ കമ്പാരിസൺ നടത്തുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റും, കോസ്റ്റ് കൺട്രോൾ ചെയ്യാനായിട്ട് പറ്റും. നമ്മുടെ എക്സ്പെക്റ്റേഷൻ അനുസരിച്ച് ആക്ച്വൽ പെർഫോമൻസ് വരുന്നില്ലെങ്കിൽ നമ്മൾ അതിന് റെമഡിയൽ ആക്ഷൻ എടുത്ത് അത് ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് നോക്കും. അപ്പോൾ ഇങ്ങനെ റിവ്യൂ, അതായത് ഫീഡ്ബാക്ക് ഇങ്ങനെ കളക്ട് ചെയ്യുന്നത് കൊണ്ട് ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് പ്രോസസ്സിൻ്റെ ഒരു സ്റ്റെപ്പാണ് അങ്ങനെ കളക്ട് ചെയ്യണം എന്നുള്ളത്. അങ്ങനെ നമ്മൾ സിസ്റ്റമാറ്റിക് ആയിട്ട് ചെയ്യുന്നത് കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റും, കോസ്റ്റ് കൺട്രോൾ ചെയ്യാനായിട്ട് പറ്റും. ദെൻ വെൽത്ത് മാക്സിമൈസേഷൻ, നമ്മൾ ഏറ്റവും ആദ്യത്തെ ചാപ്റ്ററിൽ പഠിച്ചിട്ടുണ്ട്. ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റിൻ്റെ പ്രൈമറി ഒബ്ജക്റ്റീവ് എന്താണ്, മാക്സിമൈസേഷൻ ഓഫ് ദി വെൽത്ത് ഓഫ് ദി ഷെയർ ഹോൾഡർ. ഈ ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷൻ എന്ന് പറയുന്നത് ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റിൻ്റെ ഒരു ഭാഗം തന്നെയാണ്. അപ്പം നമ്മൾ ഇതൊക്കെ ചെയ്യേണ്ടത് എന്തിനു വേണ്ടിയിട്ടാണ്, ഷെയർ ഹോൾഡേഴ്സിന് ലാഭം ഉണ്ടാക്കി കൊടുക്കാനായിട്ട്. അപ്പോൾ നമ്മൾ പ്രോപ്പറായിട്ട് ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് ഡിസിഷൻ എടുത്താൽ അതിൻ്റെ ബെനിഫിറ്റ് ഇൻഡയറക്റ്റ് ആയിട്ട് ആർക്ക് തന്നെയാണ് പോണത്, ഷെയർ ഹോൾഡേഴ്സിൻ്റെ വെൽത്ത് മാക്സിമൈസേഷനിലേക്കാണ് പോണത്. അപ്പോൾ ഇതൊക്കെയാണ് ഇമ്പോർട്ടൻസ് ആയിട്ട് പറയുന്നത്. കുറച്ച് പോയിൻ്റൊക്കെ റിപ്പീറ്റേഷൻ ആണ്, അതല്ലാണ്ട് അഡീഷണൽ ആയിട്ട് 4-5 പോയിന്റ്സ് ഉണ്ട്. അത് കുറച്ചും കൂടി ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കാം. നെക്സ്റ്റ് ഈസ് ലിമിറ്റേഷൻസ് ഓഫ് ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ്. ക്യാപിറ്റൽ ബഡ്ജറ്റിങ്ങിൻ്റെ ലിമിറ്റേഷൻസ് ആണ് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. ഒന്നാമത്തെ ലിമിറ്റേഷനായിട്ട് പറയുന്നത് റിസ്ക് എലമെൻ്റ് ഉണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞു ഹ്യൂജ് എമൗണ്ട് ആണ്, ലോങ് പീരീഡ് ആണ്, അതുകൊണ്ട് തന്നെ അവിടെ റിസ്ക് എലമെൻ്റ് ഉണ്ട്. നമുക്ക് ഇത്രയ്ക്കധികം കാശ് ചിലവാക്കി ഫ്യൂച്ചറിൽ ലാഭം ഉണ്ടാക്കാൻ പറ്റുമോ പറ്റില്ല എന്നൊരു ഷുവർട്ടിയും ഇല്ല. അപ്പോൾ റിസ്ക് എലമെൻ്റ് ഉണ്ട്. അത് തന്നെയാണ് ഒന്നാമത്തെ ഡ്രോബാക്ക് ആയിട്ട് പറയുന്നത്. സം ഫാക്ടേഴ്സ് ഇഫക്റ്റിംഗ് ഇൻവെസ്റ്റ്മെൻറ്റ് പ്രപ്പോസൽ കനോട്ട് ബി എക്സ്പ്രസ്ഡ് ഇൻ മോണിറ്ററി വാല്യൂ. അതുപോലെ ഓരോ ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെയും ഫാക്ടേഴ്സ് നോക്കിയിട്ട് വേണം നമ്മൾ ഒരു ഡിസിഷൻ എടുക്കാനായിട്ട്. അങ്ങനെ ഓരോ ഇൻവെസ്റ്റ്മെൻറ്റിനും ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഫാക്ടേഴ്സ് എല്ലാതും നമുക്ക് മോണിറ്ററി ടേംസിൽ എക്സ്പ്രസ് ചെയ്യാനായിട്ട് പറ്റില്ല. അല്ലാതെയും കുറേ ഫാക്ടേഴ്സ് ഉണ്ട്. അതൊരു വേറൊരു ഡ്രോബാക്കാണ്. നമ്മൾ ഓരോ ഇൻവെസ്റ്റ്മെൻറ്റ് പ്രപ്പോസൽസിന് ഇവാലുവേഷൻ നടത്തുമ്പോൾ അതിൻ്റെ എല്ലാ ഫാക്ടേഴ്സും നമ്മൾ എന്ത് ചെയ്യാൻ പറ്റുന്നില്ല, ഇവാലുവേഷൻ നടത്താനായിട്ട് പറ്റാറില്ല. Then, difficult to estimate the period for which investment is to be made and income will generate. അതായത് നമ്മൾ എത്ര നാളത്തേക്കാണ് ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തേണ്ടതെന്ന് ആ ഡിസിഷൻ എടുക്കണം. അതുപോലെ എന്ന് തൊട്ട് നമുക്ക് അതിൽ നിന്ന് റിട്ടേൺ കിട്ടിത്തുടങ്ങും. ഈ രണ്ട് കാര്യത്തിന് യാതൊരു ഒരു ഷുവർട്ടിയും ഇല്ല. എന്ന് കിട്ടിത്തുടങ്ങും, എത്ര നാളത്തേക്ക് നമ്മൾ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തണം, അതുപോലെ ഇന്ന് ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തിയാൽ എത്ര കൊല്ലം കഴിയുമ്പോഴാണ് നമുക്ക് റിട്ടേൺ കിട്ടിത്തുടങ്ങുക, അതിന് യാതൊരു ക്ലാരിറ്റിയും ഇല്ല. Then, difficult to estimate the rate of return. അതുപോലെ എന്ന് കിട്ടിത്തുടങ്ങും എന്നുള്ളത് അത് എത്ര വെച്ച് കിട്ടും അതിനും യാതൊരു ഷുവർട്ടിയും ഇല്ല. കിട്ടിയാൽ കിട്ടി, ഇത്ര എമൗണ്ട് വെച്ച് കിട്ടുന്നത് നമുക്ക് ആഗ്രഹമൊക്കെ ഉണ്ടാവും, അത് കിട്ടിയാൽ നമുക്ക് ലാഭം. അപ്പം എന്ന് കിട്ടിത്തുടങ്ങുന്നൊരു ഐഡിയ ഇല്ല. അതുപോലെ കിട്ടിത്തുടങ്ങുമ്പോൾ എത്ര വെച്ച് കിട്ടിത്തുടങ്ങുന്നത് നമുക്ക് യാതൊരു ഐഡിയയും ഇല്ല. ദെൻ ക്വാളിറ്റേറ്റീവ് ഫാക്ടേഴ്സ് ആർ നോട്ട് കൺസിഡർഡ്. അതായത് പറഞ്ഞല്ലോ, നമ്മൾ ഒരു പ്രൊജക്റ്റ് അനാലിസിസ് ചെയ്യുമ്പോൾ അതിനെ ക്വാണ്ടിഫൈ ചെയ്യാൻ പറ്റാവുന്ന ഫാക്ടേഴ്സ് മാത്രമേ നമ്മൾ കൺസിഡർ ചെയ്യാറുള്ളൂ. ക്വാളിറ്റേറ്റീവ് ആയിട്ട് കുറേ ഫാക്ടേഴ്സ് ഉണ്ട്, അത് നമുക്ക് മെഷർമെൻറ്റ് നടത്താനായിട്ട് പറ്റില്ല. ദെൻ ഡിഫിക്കൽട്ട് ടു എസ്റ്റിമേറ്റ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ. അതുപോലെ നമുക്ക് ആ പ്രൊജക്റ്റിൽ വരുന്ന കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ കറക്റ്റായിട്ടൊരു മെഷർമെൻറ്റ് നടത്താനായിട്ട് ബുദ്ധിമുട്ടാണ്. അതായത് അതിന് വരുന്ന എക്സ്പെൻസ് എത്രയാണ് അത് കൃത്യമായിട്ട് മെഷർമെൻറ്റ് നടത്താനായിട്ട് ബുദ്ധിമുട്ടാണ്. എ റോങ് ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് ഡിസിഷൻ ക്രിയേറ്റ് സീരിയസ് കോൺസിക്വൻസ് ഓൺ ദി ഫേംസ് ലിക്വിഡിറ്റി, പ്രോഫിറ്റബിലിറ്റി എക്സെട്ര. അതായത് ഞാൻ നേരത്തെ പറഞ്ഞു, ഒരു ഡിസിഷൻ എടുക്കാമെന്ന് വെച്ചാൽ അത് ഇറിവേഴ്സിബിൾ ആണെന്ന് പറഞ്ഞു. ഓക്കെ, നമ്മളെടുത്തൊരു ഡിസിഷൻ കറക്റ്റ് അല്ലെങ്കിൽ നമ്മുടെ കമ്പനീനെ നെഗറ്റീവായിട്ട് ബാധിക്കും. കാരണം നമ്മുടെ കമ്പനിയിൽ യൂസ് ചെയ്യുന്ന ഫണ്ട് എടുത്തിട്ടാണ് ഞാൻ പുറത്തൊരു ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തിയത്. അതെന്തിനാണ്, നമ്മുടെ കമ്പനിയുടെ തുടക്കത്തിൽ കുറച്ച് നഷ്ടം ഉണ്ടായാലും അത് വെച്ച് കോമ്പൻസേറ്റ് ചെയ്യാനായിട്ട്. പക്ഷെ നമ്മൾ നടത്തിയ ആ ഇൻവെസ്റ്റ്മെൻറ്റ് ഫ്ലോപ്പ് ആയാൽ നമ്മുടെ ബിസിനസ്സിൽ യാതൊരു ഇൻകവും ഉണ്ടാവില്ല. അത് നമ്മുടെ കമ്പനിയുടെ ലിക്വിഡിറ്റിനും അതുപോലെ പ്രോഫിറ്റബിലിറ്റിനും നെഗറ്റീവായിട്ട് ബാധിക്കും. അപ്പോൾ ഇതൊക്കെയാണ് മെയിനായിട്ടുള്ള ഡ്രോബാക്സ് ആയിട്ട് പറയുന്നത്. റിസ്ക് എലമെൻറ്റ് നന്നായിട്ടുണ്ട്. മോണിറ്ററി അല്ലെങ്കിൽ ക്വാണ്ടിറ്റേറ്റീവ് ഫാക്ടേഴ്സ് ക്വാളിറ്റേറ്റീവ് ഫാക്ടേഴ്സ് നമ്മൾ കൺസിഡർ ചെയ്യുന്നില്ല. പീരീഡ് എസ്റ്റിമേറ്റ് ചെയ്യാനായിട്ട് പറ്റില്ല. അതുപോലെ എന്ന് തൊട്ട് നമുക്ക് ഇൻകം കിട്ടുമെന്ന കാര്യത്തിലൊരു
ക്ലാരിറ്റി ഇല്ല, റേറ്റ് ഓഫ് റിട്ടേണിനെ കുറിച്ച് കൃത്യമായിട്ട് അറിയില്ല, കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടാണ്. അതുപോലെ ഈ റോങ് ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് ഡിസിഷനാണ് എടുത്തതെന്ന് വെച്ചാൽ അത് നമ്മുടെ കമ്പനിയുടെ പ്രോഫിറ്റബിലിറ്റീനും അതുപോലെ ലിക്വിഡിറ്റീനും നെഗറ്റീവായിട്ട് ബാധിക്കും. ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് പ്രോസസ്സ് അടുത്തൊരു പോയിൻ്റായിട്ട് വരുന്നതാണ് ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് പ്രോസസ്സ്. നമ്മൾ ഈ ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് ഡിസിഷൻ എടുക്കുമ്പോൾ നമ്മൾ ഫോളോ ചെയ്യേണ്ട സ്റ്റെപ്സ് എന്തൊക്കെയാണെന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോണത്. ഫസ്റ്റ് വൺ ഈസ് പ്രോജക്റ്റ് ജനറേഷൻ. ദാറ്റ് മീൻസ് ഐഡൻറ്റിഫിക്കേഷൻ ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റി. നമ്മുടെ മുമ്പിൽ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്താനായിട്ട് കുറേ ഓപ്പർച്യൂണിറ്റികൾ ഉണ്ടാവും. ഒന്ന് രണ്ടൊന്നല്ല, n നമ്പർ ഓഫ് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടാവും. അത് ഏതൊക്കെയാണ് എനിക്ക് എൻ്റെ ബഡ്ജറ്റിൽ ഒതുങ്ങുന്ന അല്ലെങ്കിൽ എനിക്ക് ഏറ്റവും സ്യൂട്ടാവുന്ന എൻ്റെ കമ്പനിക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് നടത്താൻ പറ്റാവുന്ന ഏതൊക്കെ ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട് എന്ന് കണ്ടുപിടിക്കുകയാണ് നമ്മുടെ ഒന്നാമത്തെ സ്റ്റെപ്പായിട്ട് വരുന്നത്. ദാറ്റ് ഈസ് പ്രോജക്റ്റ് ജനറേഷൻ, ഐഡൻറ്റിഫിക്കേഷൻ ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റി. സെക്കൻഡ് വൺ ഈസ് പ്രോജക്റ്റ് സ്ക്രീനിങ്. To assess whether it is technically feasible, resources required are available, and the expected return are adequate to compensate the risk involved. അതായത് നമ്മൾ ആദ്യത്തെ സ്റ്റെപ്പ് ചിലപ്പോൾ സപ്പോസ് എനിക്ക് പറ്റിയൊരു 6 പ്രൊജക്റ്റ് ഞാൻ സെലക്ട് ചെയ്തെന്ന് വിചാരിക്കുക. ഒന്നാമത്തെ സ്റ്റെപ്പിൽ നമ്മൾ കുറേ ഓൾട്ടർനേറ്റീവ്സിൽ നിന്ന് നമുക്ക് പറ്റുന്നത് 6 എണ്ണമാണ് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്തു. ഇനി അത് നമ്മൾ സ്ക്രീൻ ചെയ്യണം. എന്തൊക്കെ കാര്യങ്ങൾ വെച്ച് നമ്മൾ സ്ക്രീൻ ചെയ്യുന്നത്? ടെക്നിക്കലി ഫീസിബിൾ. നമുക്ക് കമ്പനിയിൽ ഒരു മെഷീനറി ആവശ്യമുണ്ട്. ആ മെഷീനറി നമ്മുടെ കമ്പനിയിൽ വന്നിട്ട് ഇൻസ്റ്റാൾ ചെയ്താൽ അത് നമ്മുടെ കമ്പനിയിൽ റൺ ചെയ്യാനായിട്ട് പറ്റുമെന്ന് നമ്മൾ കൃത്യമായിട്ട് ടെസ്റ്റ് ചെയ്യണം. അതിൻ്റെ ടെക്നിക്കാലിറ്റി നമ്മൾ ടെസ്റ്റ് ചെയ്യണം. റിസോഴ്സസ് റിക്വയർഡ് ആർ അവൈലബിൾ. അത് ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റിയ റിസോഴ്സസ്. അപ്പോൾ സപ്പോസ് ഞാനൊരു കാര്യം പറയാം, ഒരു വലിയൊരു മെഷീനറി ആണെന്ന് വിചാരിക്കുക. അത് അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റിയ ഒരു റൂം നമ്മുടെ കമ്പനിയിൽ ഇല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല? ആ മെഷീനറി വാങ്ങാനായിട്ട് പാടില്ല. അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ആ മെഷീനറി വെക്കാനായിട്ട് ആദ്യം നമ്മൾ എന്ത് ചെയ്യണം? അത് പറ്റിയൊരു റൂം ഉണ്ടാക്കിയതിന് ശേഷമേ ആ മെഷീനറി വാങ്ങാനായിട്ട് പാടുള്ളൂ. അല്ലാണ്ട് ഇത് മേടിച്ചു കൊണ്ടുവന്നിട്ട് അതൊരു പ്ലേസ് ചെയ്യാനായിട്ട് അതൊന്ന് ഫിക്സ് ചെയ്യാനായിട്ട് നമുക്കൊരു സ്ഥലമില്ലെങ്കിൽ നമ്മൾ ആ മെഷീനറി വാങ്ങാനായിട്ട് പോകരുത്. നമുക്ക് പറ്റാവുന്ന സൈസുള്ള ഒരു മെഷീനറി നമ്മൾ വാങ്ങാനായിട്ട് പാടുള്ളൂ. അതാണ് പറയുന്നത് റിസോഴ്സസ് റിക്വയർഡ് ആർ അവൈലബിൾ ആൻഡ് എക്സ്പെക്റ്റഡ് റിട്ടേൺ. നമ്മൾ പ്രതീക്ഷിക്കുന്ന റിട്ടേൺ ആ ഒരു പ്രൊജക്റ്റിൽ നിന്ന് നമുക്ക് കിട്ടുമോ എന്ന് നമ്മൾ ടെസ്റ്റ് ചെയ്യണം. അതിന് ഈ 3 കാര്യങ്ങളാണ് നമ്മൾ രണ്ടാമത്തെ സ്റ്റെപ്പിൽ ചെയ്യേണ്ടത്. ദാറ്റ് ഈസ് പ്രൊജക്റ്റ് സ്ക്രീനിങ്. ഒരു ടെക്നിക്കലി ഫീസിബിൾ ആണോ നോക്കാം, റിസോഴ്സസ് എല്ലാം അവൈലബിൾ ആണോ നോക്കണം, എക്സ്പെക്റ്റഡ് റിട്ടേൺ അതിൽ നിന്ന് കിട്ടുമെന്നും നമ്മൾ ടെസ്റ്റ് ചെയ്യണം. അതാണ് സെക്കൻഡ് സ്റ്റെപ്പ്. ദെൻ പ്രോജക്റ്റ് ഇവാലുവേഷൻ. മൂന്നാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് പ്രോജക്റ്റ് ഇവാലുവേഷൻ ആണ്. ടു ഇവാലുവേറ്റ് ദി പ്രോഫിറ്റബിലിറ്റി ഓഫ് ഈച്ച് പ്രപ്പോസൽ. ഞാൻ നേരത്തെ പറഞ്ഞു നമ്മൾ ഒന്നാമത്തെ സ്റ്റെപ്പിൽ ഒരു 6 എണ്ണം ഐഡൻറ്റിഫൈ ചെയ്ത് വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. അതിൻ്റെ സ്ക്രീനിങ് കഴിഞ്ഞു. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ഇവാലുവേഷൻ നോക്കണം. ഇവാലുവേഷൻ നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ അതിൻ്റെ പ്രോഫിറ്റബിലിറ്റി, ആ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തിയാൽ നമുക്ക് പ്രോഫിറ്റബിൾ ആണോ അല്ലെങ്കിൽ നമ്മൾ കോസ്റ്റ് ബെനിഫിറ്റ് അനാലിസിസ് നമ്മൾ നടത്തണം. ഇത്ര രൂപ ചിലവാക്കിയിട്ട് നമുക്ക് അതിൽ നിന്ന് എന്തെങ്കിലും ബെനിഫിറ്റ് കിട്ടുന്നുണ്ടോ എന്ന് നമ്മൾ അനലൈസ് ചെയ്യണം. മൂന്നാമത്തെ സ്റ്റെപ്പായിട്ട് വരുന്നത്. നാലാമത്തെ സ്റ്റെപ്പിലെ പ്രോജക്റ്റ് സെലക്ഷൻ. അപ്പം ഞാൻ നേരത്തെ പറയണം 6 എണ്ണത്തിൽ നമുക്ക് 6 എണ്ണത്തിലും ഇൻവെസ്റ്റ്മെൻറ്റ് നടത്താനായിട്ട് പറ്റില്ല. അതിൽ നിന്ന് ഒരെണ്ണം സെലക്ട് ചെയ്യുക. അതാണ് നാലാമത്തെ സ്റ്റെപ്പായിട്ട് വരുന്നത് പ്രൊജക്റ്റ് സെലക്ഷൻ. ഫിഫ്ത്ത് വൺ ഈസ് പ്രോജക്റ്റ് ഇവാലുവേഷൻ ആൻഡ് ഇംപ്ലിമെൻറ്റേഷൻ. ഇനി എന്ത് ചെയ്യുക? ഫണ്ട്സ് ആർ അലോട്ടഡ് ഫോർ ദി സെലക്റ്റഡ് പ്രോജക്റ്റ്. നാലാമത്തെ സ്റ്റെപ്പിൽ ഒരു പ്രൊജക്റ്റ് സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് അതിനാവശ്യമായിട്ടുള്ള ഫണ്ടൊക്കെ അലോട്ട് ചെയ്ത് കൊടുക്കുക. അതിൻ്റെ കോസ്റ്റ് എത്രയാണോ അതിന് ഈക്വലൻ്റ് എമൗണ്ട് നമ്മളത് കൊടുക്കുക. ആ പ്രപ്പോസലിലെ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുക. അതാണ് പറയുന്നത് പ്രോജക്റ്റ് എക്സിക്യൂഷൻ ആൻഡ് ഇംപ്ലിമെൻറ്റേഷൻ. ലാസ്റ്റ് സ്റ്റെപ്പ് ഈസ് പെർഫോമൻസ് റിവ്യൂ. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ സ്റ്റെപ്സിലുണ്ടെന്ന് പറയുന്നത്. നമ്മൾ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തിക്കഴിഞ്ഞാൽ അതോടുകൂടി നമ്മുടെ പ്രോസസ്സ് അവസാനിക്കുന്നില്ല. അതിൽ നിന്ന് നമ്മൾ ഫീഡ്ബാക്ക് എടുക്കണം. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ എക്സ്പെക്റ്റേഷനും ആക്ഷനും തമ്മിൽ കമ്പയർ ചെയ്യണം. ഡീവിയേഷൻസ് ഉണ്ടെങ്കിൽ കറക്റ്റീവ് ആക്ഷൻസും എടുക്കണം. അതാണ് പറയുന്നത് കമ്പയറിങ് ദ ആക്ച്വൽ പെർഫോമൻസ് വിത്ത് ദി ബഡ്ജറ്റ് എസ്റ്റിമേറ്റ്സ്. നമ്മളിപ്പോൾ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുമ്പോൾ നമ്മൾ ഇത്ര ഒരു എക്സ്പെക്റ്റേഷൻ ഉണ്ടാവും. ആ എക്സ്പെക്റ്റേഷനും ആക്ച്വൽ പെർഫോമൻസും തമ്മിൽ കമ്പയർ ചെയ്യുക. നമ്മുടെ ആക്ച്വൽ പെർഫോമൻസ് എക്സ്പെക്റ്റേഷൻ്റെ അത്രയ്ക്ക് എത്തണില്ലെങ്കിൽ നമ്മൾ അതിന് എന്താ റീസൺ കണ്ടുപിടിച്ച് അതിന് റെമഡിയൽ ആക്ഷൻ എടുക്കുന്നതാണ്. ഓക്കെ, അങ്ങനെ 6 സ്റ്റെപ്സ് ആണ് ക്യാപിറ്റൽ ബഡ്ജറ്റിങ്ങിലുള്ളത്. ആദ്യം നമുക്ക് സ്യൂട്ടബിൾ ആയിട്ടുള്ള പ്രൊജക്റ്റുകൾ ഐഡൻറ്റിഫൈ ചെയ്യുക. ദെൻ അത് സ്ക്രീൻ ചെയ്യുക, ഇവാലുവേഷൻ നടത്തുക, സെലക്ഷൻ നടത്തുക, ഇംപ്ലിമെൻറ്റേഷൻ നടത്തുക, റിവ്യൂ ചെയ്യുക. ഓക്കെ, 6 സ്റ്റെപ്സ് ഇൻ ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് പ്രോസസ്. താങ്ക് യു.